ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. അക്ഷരങ്ങളുടെ സ്വരവിശേഷണങ്ങൾ, സിഫാത്തുൽ ഹുറൂഫ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം അല്പാൽപമായി മനസ്സിലാക്കി വരുന്നത്. വളരെ സുപ്രധാനമായ രണ്ട് വിപരീത സിഫത്തുകളാണ് അശ്ശിദ്ദ, അതിന്റെ വിപരീതമായ റഖാവ. എന്നാൽ അതോടൊപ്പം ഷിദ്ദത്തിന്റെ കൂടെ തന്നെ പറയപ്പെടുന്ന തവസ്സുത്തും, ഷിദ്ദത്തും തവസ്സുത്തും, കടുപ്പത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. എന്നാൽ അല്പം കടുപ്പം കുറഞ്ഞുകൊണ്ടും എന്നാൽ പൂർണ്ണമായും അയവോടുകൂടിയും അല്ലാതെ ഒരു ഇടത്തരം അവസ്ഥയിൽ ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ ആണ് തവസ്സുത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുക. ലിൻ ഉമർ എന്ന വാചകത്തിൽ അടങ്ങിയിട്ടുള്ള 5 ഹർഫുകളാണ് തവസ്സുത്തിൻ്റെത്, മിതമായ നിലയിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. ഇത് നാം സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ഇനി ശേഷിക്കുന്നത് എന്താണ്? റിഖ്വ് അഥവാ റഖാവ എന്നൊക്കെ പറയപ്പെടുന്നതായ ലൂസായിട്ട് അയവോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. ഈ ഒരു സിഫത്ത്, റഖാവത്തിന്റെ സിഫത്ത്, അത് ഷിദ്ദത്തിന്റെയും തവസ്സുത്തിന്റെയും വിപരീതമാണ് നാം സൂചിപ്പിച്ചു. റിഖ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അത് അർത്ഥമാക്കുന്നത് എന്താണ്? അല്ലീൻ എന്നതാണ്, ലോലമാവുക. വഫിൽ ഇസ്തിലാഹ്, സാങ്കേതികമായി നാം ഉദ്ദേശിക്കുന്നത് ضعف لزوم الحرف لموضعه لضعف الاعتماد عليه في المخرج حتى جرى معه الصوت. അതായത് ഉച്ചരിക്കുന്ന ഹർഫ് അതിന്റെ പൂർണ്ണമായും ഉത്ഭവസ്ഥാനത്തിൽ മറ്റ് ഷിദ്ദത്തിന്റെ അക്ഷരങ്ങളെ പോലെ ഒതുങ്ങി നിന്നുകൊണ്ട് കടുപ്പത്തോടുകൂടി അതിന്റെ ശബ്ദം പുറത്തു വരുന്നതിന് വിപരീതമായി ദുർബലമായ അവസ്ഥയിൽ ശബ്ദം പുറപ്പെടുവിക്കുക അല്ലെങ്കിൽ ഉച്ചരിക്കുക, ഇതാകുന്നു സാങ്കേതികമായി റഖാവ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഹത്താ ജറാ മഅഹു സൗത്ത്, അങ്ങനെ ശബ്ദം അല്പം ഇങ്ങനെ ഒഴുകുന്നു. ജറ എന്ന് പറഞ്ഞാൽ ഒഴുകുക, സഞ്ചരിക്കുക. ശബ്ദം ഇങ്ങനെ ഈ റഖാവത്തിന്റെ അല്ലെങ്കിൽ റിഖ്വിന്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അല്പം ശബ്ദത്തിന്റെ ഒഴുക്കോട് കൂടിയാണ് അവ ഉച്ചരിക്കുക. فكان فيه رخ أي لين ولذا سمي رخوة. وحروفه 16 حرفا وهي الباقية من حروف الهجاء بعد حروف الشدة 8 المتقدم ذكرها وحروف التوسط 5 السابق ذكرها. അതായത് 13 അക്ഷരങ്ങൾ ആകെ ഷിദ്ദത്തിനും തവസ്സുത്തിനുമുണ്ട്. അവ ഒഴിച്ചിട്ടുള്ള 16 എന്നത് അലിഫും കൂടി ചേർത്തുകൊണ്ടാണ് ഹിദായത്തുൽ ഖാരിയുടെ കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഷേഖ് അൽ ഇമാം മസ്റഫി അദ്ദേഹം സൂചിപ്പിക്കുന്നത് 16 അക്ഷരങ്ങൾ, ശേഷിക്കുന്ന 16. ഉദ്ദേശിക്കുന്നത് അജിദ് ഖത്തിൻ ബക്കത്ത് എന്ന ഷിദ്ദത്തിന്റെയും ലിൻ ഉമർ എന്ന തവസ്സുത്തിന്റെയും അക്ഷരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, അഥവാ അവ കഴിച്ചുള്ള ശേഷിക്കുന്ന മറ്റ് ഹർഫുകളൊക്കെയുമാണ്. ഇനി നമുക്ക് ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ നിന്നാണ് അത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുക. ഞാൻ ചുരുക്കി പറയുകയാണ്, കുറെ ദീർഘിച്ചുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദമാക്കുന്നുണ്ട്, ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്. وإليك بعضا من الأمثلة ليظهر لك الفرق بينهن فإذا وقفت على الدال والجيم من نحو മുഹ്തദ്, അല്ലെ? ഷിദ്ദത്തിന്റെ അക്ഷരമാണ് ദാൽ. ഒരാള് മുഹ്തദ് എന്ന് വഖഫ് ചെയ്യാം. സൂറത്തുൽ ഹദീദിലെ 26-ാമത്തെ ആയത്ത് ഫമിൻഹും മുഹ്തദ്, മുഹ്തദ് ഒന്ന് പറഞ്ഞു നോക്കി. അത് അല്ലെങ്കിൽ മുഹ്തദ് എന്ന് ദാലിമേൽ വഖഫ് ചെയ്ത് നോക്കൂ.
അതുപോലെ ജീമുമേൽ വഖഫ് ചെയ്യുക. വൽ ഹജ്ജ്, വൽ ഹജ്ജ് അല്ലേ? ജീമ് ഷദ്ദ് നൽകപ്പെട്ട ജീമാണ്. വൽ ഹജ്ജ് ഇവിടെ എന്താണ്? ഷിദ്ദത്തിന്റെ അക്ഷരങ്ങളാണ് ഇവിടെ. ഇവിടെ തറ അന്ന സൗത ഖദ് ഇൻഹബസ്, ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് താങ്കൾക്ക് കാണാൻ കഴിയും. ശബ്ദം അവിടെ ബന്ധിതമാകുന്നു. ഈ അക്ഷരത്തിന്റെ കൃത്യമായ മഖ്റജിൽ അത് ബന്ധിതമാകുന്നു. എന്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ അത് അവിടെ ബന്ധിതമാണ് ഈ ഷിദ്ദത്തിന്റെ അക്ഷരങ്ങളിൽ. വലം യഖ്റുജ് ലിഅന്ന الدال والجيم من حروف فإذا وقفت على السين والفاء. റഖാവത്തിന്റെ അക്ഷരങ്ങൾ. എന്നാൽ സീനും ഫാവും പോലെയുള്ള ഷിദ്ദത്തിന്റെ വിപരീതമായ റഖാവത്തിന്റെ അയവോടുകൂടി ലൂസായി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിലാണ് താങ്കൾ വഖഫ് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണമായി ولا تقل لهما ഉഫ്, ഉഫിൻ ولا تنهرهما അല്ലേ? എവിടെയാണത്? സൂറത്തുൽ ولا تنهر وقل لهما സൂറത്തുൽ ഇസ്രായിലാണ്. അതെ, സൂറത്തുൽ ഇസ്രായിൽ. വഖദാ റബ്ബുക എന്ന മാതാപിതാക്കളോട് മര്യാദയിൽ പെരുമാറണം, വളരെ മാന്യമായി അവരെ സ്നേഹത്തോടെ പെരുമാറണം, അവരോട് ഇടപഴകേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്ത് വലാ തഖുൽ ലഹുമാ ഉഫ്. അതുപോലെയാണോ വൽ ഹജ്ജ് എന്ന് വഖഫ് ചെയ്യുമ്പോ? അല്ല. ഉഫ് മേൽ വഖഫ് ചെയ്യുമ്പോ എങ്ങനെ? ഉഫ്, ഉഫ് അല്ലേ? ഉഫ്, ഉഫ് എന്ന് പറയൂല, ഉഫ്. എന്നാ ഹജ്ജ് വൽ ഹജ്ജ് മുഹ്തദ്. അതുപോലെ ഷിദ്ദത്തിന്റെ മറ്റക്ഷരങ്ങൾ ഇദ ശംസു കുവിറത്, ആ വ്യത്യാസമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സീനുമേൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ മിനൽ മസ്, മിനൽ മസ് ലെ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. സൂറത്തുൽ ബഖറ 275-ാമത്തെ ആയത്തിലാണ്. യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്, മസ്, മസ് എന്ന് പറയൂല, മിനൽ മസ്. അവിടെ വഖഫ് ചെയ്യുമ്പോ മിനൽ മസ്സി എന്നിടത്ത് വഖഫ് ചെയ്യുമ്പോ മിനൽ മസ്, മിനൽ മസ്. അതുപോലെ തന്നെയാണ് മറ്റ് അക്ഷരങ്ങളിലൊക്കെയും. കുൽ, ലാമമേൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ അത് എന്താ? തവസ്സുത്തിന്റെ അക്ഷരമാണ്. തവസ്സുത്തിന്റെ അക്ഷരങ്ങളായ കുൽ, അതുപോലെ യകുൻ, അത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. യകുൻ, കുൽ, ഇത് എന്താണ്? മിത നിലവാരത്തിലുള്ള അക്ഷരങ്ങൾ. ഷിദ്ദത്തിന്റെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ റഖാവത്തിന്റെ വളരെ ലൂസായിട്ട് അയവോടുകൂടി ഉച്ചരിക്കപ്പെടുന്ന മറ്റക്ഷരങ്ങൾ, അതിന്റെ ഉദാഹരണമാണ് വലാ തഖുൽ ലഹുമാ ഉഫ്, മസ്, അഹ്, അതുപോലെ ഗൈന്, അഗ്. ഇങ്ങനെയുള്ള റഖാവത്തിന്റെ അക്ഷരങ്ങളൊക്കെയും നിങ്ങൾക്ക് ഉച്ചരിച്ചാൽ ആ വ്യത്യാസം മനസ്സിലാകുന്നതാണ്, പ്രകടമാവുന്നതാണ്. ലിൻ ഉമർ എന്ന തവസ്സുത്തിന്റെ അക്ഷരങ്ങളിൽ വഖഫ് ചെയ്ത് നോക്കുക, സുക്കൂൻ നൽകിക്കൊണ്ട്. അപ്പോൾ അതും വ്യക്തമാകുന്നതാണ്. ഇത്രയുമാണ് ഷിദ്ദ, തവസ്സുത്ത്, റഖാവ അല്ലെങ്കിൽ റിഖു എന്ന വിശേഷണങ്ങളുമായി, സിഫാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഷിദ്ദത്തിന്റെ അക്ഷരങ്ങളിൽ വഖഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവ ഉച്ചരിക്കുമ്പോൾ ശബ്ദം ബന്ധിതമാകുന്നു, ഒരു പിടുത്തം, ഒരു കടുപ്പം അതിനുണ്ടാകുന്നു. എന്നാൽ തവസ്സുത്തിന്റെ അക്ഷരങ്ങൾ നേരെ വിപരീതമായി അതിൽ നിന്നും അല്പം കുറഞ്ഞ അവസ്ഥയിൽ അല്പം ഒരു കടുപ്പം കുറച്ചുകൊണ്ടാണ് തവസ്സുത്തിന്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. എന്നാൽ ഇവ രണ്ടിനും വിപരീതമായി പൂർണ്ണമായ അയവോടുകൂടിയാണ് റഖാവത്തിന്റെ അക്ഷരങ്ങളും ഉച്ചരിക്കപ്പെടുക. ബാറകല്ലാഹു ഫീക്കും. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു